ഞാനാണ് വിളിച്ചത്. ശ്വാസം മുട്ടിപ്പോയി. ചെറിയ പെട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനുണ്ട്. പേരെന്താ? नाम हसन। हसन നല്ല बड़ा आदमी है। हसन भाई देखो ये पेटी तुम पकड़ो, ये कुटा इधूम तुम पकड़ो, ये पेटी यहाँ पकड़ो, समझे? समझे। हाँ कितना पेटी? तो अच्छा जा मल्ल जा मैंने पानी ले पेटी है हसन भाई നോക്കി നടക്കാൻ മോനെ താഴെ ഡണ്ടാ പാനിയാണ് കേട്ടാ. അരക്കാട്ടി വലിയ കുപ്പായം ഇട്ടിട്ട് നടക്കാൻ കഴിഞ്ഞില്ല അവന്. നടക്ക് നടക്ക്. എന്താ എന്ത് ജീസായോ എന്റെ പേരൊക്കെ പാടെ ജീസ കാല് പോയി ജീസായോ അവിടെ നടക്ക്. എന്നെ പൊന്തി കഴിഞ്ഞിപ്പോ വേറൊരാൾ വേണ്ടി ഒന്നല്ലോ. ഹസൻ ഭായ് ജി അതവിടെ വെച്ചിട്ട് തിരിഞ്ഞ് ജാവോ ഭായ്. അച്ഛാ സാർ ഇവിടെ ചുരുങ്ങിയത് 500 ബോട്ട് ഹൗസെങ്കിലും കാണും. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയത് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കാണും. ഫോണ്, ഫ്രിഡ്ജ്, ഡൈനിങ് ഹാൾ, ബെഡ്റൂം, ബാത്റൂം, അറ്റാച്ച്ഡ് ഷവർ, തിന്നാനും കുടിക്കാനും. പിന്നെ സാർ ഒരു സുതാര്യം ചോദിക്കാനുണ്ടേ. നമുക്കൊന്ന് വെളിയൂരിലേക്ക് പോവാം. വിടവില്ലല്ലോ? ഓക്കെ. വേണോ? എന്തോന്ന് സാധനം വേണോ? ഇവൻ അതിന്റെ ആളാണ്. സാറ് ചോദിച്ചാൽ ഇവൻ 200-300 പറയും. കാരണം സാറിന് ഇവിടുത്തെ ഭാഷ അറിയില്ലല്ലോ. പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല. സാധാരണ റേറ്റ് തരും. സാറിന് സാധനം വേണോ? എന്ത് സാധനം? മറ്റേത് ഇപ്പൊ സാറിന് ആവശ്യമില്ലല്ലോ. പുതുതായി കല്യാണം കഴിച്ച ആളല്ലേ. ഞാൻ ചോദിച്ചത് വാട്ടീസാണ്. ഫോറിൻ ഒറിജിനൽ സ്കോച്ച് വിസ്കി 140 വേണ്ട. ഓ സാറ് നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നിരിക്കല്ലേ? ഞാൻ കുടിക്കാറില്ല സാറേ. ഇവിടെ വന്നാൽ ഏത് കുടിക്കാത്തവരും കുടിച്ചു. ഫോറിനേഴ്സ് ആയാലും വിദേശികളായാലും നാട്ടുകാരായാലും പെണ്ണുങ്ങൾ പോലും കുടിച്ചു. പ്രത്യേകിച്ച് ഈ സ്ഥലം നമ്മുടെ ബംഗ്ലാവ് പോലെയല്ല സാറേ. വെള്ളത്തിന് മേലെയല്ലേ നമ്മുടെ കിടപ്പ്. വൈകുന്നേരമായി പെയ്യുന്ന മഞ്ഞും ഇത് രണ്ടും കൂടി സഹിക്കില്ല. അൺസഹിക്കബിൾ. നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം നമുക്കൊരു പൈന്റ് വാങ്ങിക്കാം. നമുക്ക് 2 പേർക്കും സാമ്പിൾ നോക്കാം. ബാലൻ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? സാറേ ഞാനിതാരോട് പറയില്ല. സാറിന്റെ അമ്മാവൻ അറിയുന്നുള്ള പേടിയാണെങ്കിൽ ഇല്ല. അമ്മാവനെ ഞാൻ അറിയിച്ചേക്കാം. ബാലൻ ലേക്കിൽ സ്കോച്ച് വിസ്കിയുടെ ഏജൻസി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയിച്ചേക്കാം. അയ്യോ ചതിക്കില്ല സാറേ. എനിക്കവിടെ ഏജൻസി ഒന്നുമില്ല. സാറിനെ പോലുള്ളവർ ഒരു കുപ്പി വാങ്ങിച്ചാ എനിക്കും ആ കൂട്ടത്തിൽ കവള ഇറക്കാമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു പോയതാണ്. ക്ഷമിക്കണം സാറേ. ക്ഷമിച്ചിരിക്കുന്നു. ബാലൻ വയ്ക്കോ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. വേണ്ട വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. ശരി അപ്പൊ ഞാൻ പറ്റും സാർ. അയ്യോ എനിക്കെന്തോ പേടി തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് പോകാം. നീ എന്തായി പറയുന്നത്? അമ്മാവൻ എന്ത് വിചാരിക്കും? എല്ലാം ഏർപ്പാട് ചെയ്ത് തന്നിട്ട് തിരിച്ചുപോയാ വരും. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം.
ദേവസിയുടെ പ്രാർത്ഥന ഫലിച്ചെന്നാ തോന്നുന്നത്. വേണ്ട മോളെ, കിടന്നോളൂ. ഡോക്ടർ മരുന്നിനൊന്നും കുറിച്ച് തന്നില്ല, വിശ്രമിക്കാനാണ് പറഞ്ഞത്. രാജേന്ദ്ര വരൂ. ഈ ഡോക്ടർ ഇവിടുത്തെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റാണ്. അങ്ങനെയൊന്നും സംശയിക്കേണ്ടെന്ന് അവർ തീർത്തു പറഞ്ഞു. മേ ബി ഇറ്റ് വാസ് ഓൺലി എ സ്ലൈറ്റ് ഗിഡ്നസ് ബിക്കോസ് ഓഫ് ദിസ് ആറ്റിറ്റ്യൂഡ്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ തലയിറ്റൽ. കാശ്മീര് വന്നതിന് ശേഷം ഇങ്ങനെയൊരു തണുപ്പുണ്ടായില്ല. എന്തൊരു തണുപ്പാണ്. നീ വല്ലതും കഴിച്ചോടാ? കഴിച്ചോന്ന് ചോദിച്ചാ ചപ്പാത്തി കഴിച്ചു. ഇനി നീ പോയി കിടന്നോ. എന്തൊരു തണുപ്പാണ്. അല്ല, ഞാൻ ഇതൊക്കെ ഒരു ഭാഗത്ത് എടുത്തു വെച്ചിട്ട്. വേണ്ട. എന്തൊരു തണുപ്പാണ്. അതല്ലേ പറഞ്ഞത് പോയി കിടക്കാൻ. ഭയങ്കര തണുപ്പ്. പോയി കിടന്ന് ഉറങ്ങട്ടെ. ഭയങ്കര എന്താ നോക്കുന്നത്? അവിടെ ആരാ പാടുന്നത്? പാട്ടോ? രാജേട്ടൻ കേൾക്കുന്നില്ലേ? ഇല്ല. ആ, ശ്രീദേവി കിടന്നോളൂ. ശ്രീദേവി, ഇത് കണ്ടില്ലേ? വൈകിട്ട് തോട്ടക്കാരൻ കൊണ്ടുവന്നതാ, നിനക്ക് തരാൻ. कश्मीर कब आई हो? ये हिंदी नहीं जानती? ये तुमको किसने बताया कि मुझे हिंदी नहीं आती? मैं झूठ बोलता हूँ। मैं हिंदी, पंजाबी, उर्दू सब जबान जानती हूँ, लेकिन मैं ये नहीं जानती कि मैं यहाँ किस लिए आई थी।
बेटी, तुम्हारा नाम क्या है? क्यों? बैठो 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 बैठो। नहीं, ശ്രീദേവി പറയുന്നത് മനസ്സിലാക്കും ശ്രീദേവി. मुझे छोड़ दो। नहीं, പറയുന്നത് കേൾക്കൂ ശ്രീദേവി. मुझे छोड़ പറയുന്നത് दो। കേൾക്കൂ ശ്രീദേവി. मुझे छोड़ दो। नहीं, ശ്രീദേവി പറയുന്നത് മനസ്സിലാക്കൂ ശ്രീദേവി. മോളെ अमर सिंह, वो लड़की पागल लगती है. पागल जैसी लगती है. ഭ്രാന്തോ? ആർക്കാണ് ഭ്രാന്ത്? ചുപ്പിലട സാബ് കേട്ട രണ്ടെണ്ണത്തിന് മൊന്ത അടിച്ച് ഷേപ്പ് മാറ്റിക്കളി പണ്ടാരടങ്ങിപ്പോവും. കാംകേട ആകലന്വേഷിച്ച് നടക്കണ്. ഞാൻ വിശ്വസിക്കില്ല. ഈ ലോകം അവളുടെ നാട്യമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. രാജേന്ദ്രൻ, കാശ്മീരിലേക്ക് പുറപ്പെടുമ്പോഴേ അവൾ തടസ്സം പറഞ്ഞിരുന്നു. അത് വിമാനത്തിൽ കയറുള്ള ഭയം കൊണ്ടാണെന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോ അവളുടെ മട്ടുമാറി സ്വഭാവം മാറി. ഡോക്ടർ പറഞ്ഞ നീ മനസ്സിലാക്കാത്തത് ശ്രീദേവിക്ക് മെന്റൽ ഷോക്ക് ആണെന്ന്. മെന്റൽ ഷോക്കുള്ളവർ അറിയാത്ത ഭാഷ സംസാരിക്കുന്നത് എങ്ങനെ? അമ്മവും കേട്ടില്ലേ ഡോക്ടറോട് അവൾ ഹിന്ദി സംസാരിച്ചത്? നാട്ടിൽ നിന്ന് അവൾ പുറത്തു പോയിട്ടില്ലെന്ന് പറയുന്നു. എന്നിട്ട് ഇവിടുത്തെ സ്ഥലപ്പേരാണെന്ന് മനസ്സിലാക്കി. എനിക്കതറിയണം. നീ എവിടെ പോകുന്നു? ഡോക്ടർ സിംഗിനെ കാണാൻ. രാജേന്ദ്രൻ, നമുക്ക് ഡോക്ടർ ഇങ്ങോട്ട് വേണ്ട, എനിക്ക് അവരുടെ തനി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വരാ. വരൂ. ഡാഡിനെ എവിടേക്കാ പോയത്? മോളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? രാജേന്ദ്രൻ ഇപ്പൊ വരും. തനിച്ച് മുറിയിലിരുന്നപ്പോ എനിക്കെന്തോ. നിനക്ക് ക്ഷീണം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് അല്പം നടക്കാം. വരൂ. മോളെ, അറ്റുപോയൊരു ബന്ധം വിളക്കിയെടുക്കലാണ് നിന്റെയും രാജേന്ദ്രന്റെയും വിവാഹം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീദേവിക്ക് അറിയാമല്ലോ, നിന്റെ അച്ഛൻ എന്റെ കൂട്ടുകാരനായിരുന്നു. അറിയാം. ആ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നോട് സത്യം പറയൂ, ശ്രീദേവി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അമ്മവാ, ഞാൻ ഇവിടെ മുമ്പ് എന്താണ് അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, എന്റെ ഒരു സംശയം. ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടില്ല അമ്മവ. സത്യമായിട്ടും വന്നിട്ടില്ല ഇവിടെ. ഞാൻ അത് വിശ്വസിക്കുന്നു മോളെ. വരൂ.
भागो शैतान। अरे घबराओ नहीं भाई, वो हमारी बिल्ली है। बीड़ी चेतन है? हाँ। अच्छा सुनिए, तुम जाओ। अच्छा सर। जाओ जाओ। നീ ഡോക്ടറെ കണ്ടോ? എന്ത് പറഞ്ഞു? ഭ്രാന്താണെന്ന് പറഞ്ഞില്ല, പഴയ ഓർമ്മകൾ അവളുടെ സബ് കോൺഷ്യസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതെന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ലെന്നും പറഞ്ഞു. ഈ നിലയ്ക്ക് ഞങ്ങളോട് താമസിക്കുന്നതിന് അർത്ഥമില്ല. ഞങ്ങൾക്ക് തിരിച്ചു നാട്ടിൽ പോകണം. രാജേന്ദ്രൻ, ഡോക്ടർ സിംഗ് ഒരു നല്ല സൈക്യാട്രിസ്റ്റ് ആണ്. നല്ല ഡോക്ടർമാർ നാട്ടിലും കാണുമല്ലോ. ഭ്രാന്താശുപത്രികളും. ചികിത്സ അവിടെ വെച്ചാവാം. രണ്ട് കാരണം കൊണ്ട് അത് പാടില്ല. ഡോക്ടർ സിംഗ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ശ്രീദേവിയുടെ അസുഖം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. അത് കണ്ടെത്താൻ അവൾ ഇവിടെ തന്നെ താമസിക്കണം. രണ്ടാമത്, നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു ചെറിയ മാനസിക വിഭ്രാന്തി വന്നാൽ ഭ്രാന്താണെന്ന് വ്യാഖ്യാനിക്കും. അത്തരം രോഗികളോട് ആർക്കും ഒരു സഹതാപവും കാണില്ല. അവരെ ശാപമായി കരുതി. അവർ ജനിച്ച വീടും കുടുംബവും ഒറ്റപ്പെടും. എനിക്കത് പ്രശ്നമല്ല. നിന്റെ അനിയത്തിയുടെ ഭാവിയെ അത് ബാധിക്കില്ലേ? ഭ്രാന്തന്മാരുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പലരും മടിക്കും. ശ്രീദേവി എന്റെ കുടുംബത്തിലെയല്ല. അവൾ എനിക്ക് ഭ്രാന്താണോ? പറയൂ, എനിക്ക് ഭ്രാന്താണോ? കരയരുത് ശ്രീദേവി, ഇരിക്കും. നിനക്കൊരസുഖവും ഇല്ല. ഇരിക്കും. നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടു. അതിനു മുൻപ് അമ്മാവൻ എന്നോട് പലതും ചോദിച്ചു. ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്, ഞാൻ ഈ നാട്ടുകാരുടെ ഭാഷ സംസാരിച്ചു എന്ന്. ശരിയാണ്. നീ എങ്ങനെ ഇതെല്ലാം പഠിച്ചു? എനിക്കറിയില്ല. എന്നെ വിശ്വസിക്കൂ രാജേട്ടാ, എനിക്കൊന്നും അറിയില്ല. ഇന്നലെ രാത്രി നീ ഉറക്കെ കരഞ്ഞു ഓർക്കുന്നുണ്ടോ? അപ്പോ നീ ഒരാളുടെ പേര് വിളിച്ചിരുന്നു, ജബ്ബാർ. ആരാണ്? ജബ്ബാർ? എനിക്കറിയില്ല. ചേട്ടനും എന്നെ സംശയമാണ്. ശ്രീദേവി, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. നിനക്കും ഒരബദ്ധം പറ്റിക്കൂടെയില്ലല്ലോ. അതെത്ര വലുതായാലും ഞാൻ ക്ഷമിക്കും. എന്നാൽ സത്യം എനിക്കറിയണം. സത്യം? നീ മറ്റാരെങ്കിലും സ്നേഹിച്ചിരുന്നു? എന്നെ വിവാഹം കഴിക്കാൻ നിനക്കിഷ്ടമായിരുന്നില്ലേ? രാജേട്ടാ, എന്നോടിങ്ങനെ ചോദിച്ചിട്ടോ? ചെറുപ്പം മുതൽ ചേട്ടനെ ആരാധിച്ചോളാണ് ഞാൻ. നമ്മുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ എല്ലാം നേടിയെന്ന് അഹങ്കരിച്ചവളാണ് ഞാൻ. എന്നിട്ടും എന്നെ സംശയിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയൂ. ശ്രീദേവി, കരയരുത്.